ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പഴയകാല വിഭവമായ പഴന്നുറുക്ക്, അതായത് നേന്ത്രപ്പഴം വിളയിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പഴന്നുറുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് പഴുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമല്ല, ഒരു മീഡിയം ടൈപ്പ് പഴുപ്പുള്ള പഴമാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഓവറായിട്ട് അങ്ങ് വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പഴം ഇപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയിലേക്ക് കല്ലും മണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴത്തിലേക്ക് ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ പഴത്തിലേക്ക് നന്നായിട്ട് ശർക്കരപ്പാനി പിടിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാനിതിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശർക്കരപ്പാനി ഏകദേശം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങയുടെ ഫസ്റ്റ് പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കൊക്കെ ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ ഒരു ഫ്ലെയിമെല്ലാം കുറച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു പപ്പടം കൂടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഞാൻ വെറുതെ പറയല്ല, എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.